കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ച, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. വൈശാഖം തുടങ്ങി. അപ്പോൾ ഇന്ന് മുതൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. സാധാരണഗതിയിൽ തന്നെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ വൈശാഖ മാസത്തിൽ ശ്രവണവും മനനവും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും പോയി തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് വലത്തെ വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. ചെറിയൊരു ഉണ്ണിയാണ്. ഉണ്ണി ഇങ്ങനെ ഒരു കാല് താഴ്ത്തി വെച്ച് വലത് കാലിൻ്റെ പെരുവിരൽ നുണയാണ്. ചെറിയ ഉണ്ണിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിക്കണ്ണനായിട്ടുള്ള കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ നുണയുന്ന ഉണ്ണിയാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ച. ആ കാൽത്തളകൾ കാണാണ്ട് അരയിൽ അരമണി ഇങ്ങനെയൊക്കെ കാണാണ്ട് ചെറിയ കോണകമൊക്കെ എടുത്ത് വളരെ ചെറിയ ഉണ്ണിയാണേ. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്ത് ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. മുഖത്താണെങ്കിലോ ഒരു തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാലകൾ 3 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്, പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ടുള്ളത്. അങ്ങനെ തന്നെ രണ്ട് തെച്ചിയും തുളസിയുള്ളതും 1 വെളുത്ത പൂവുള്ളതും. മൊത്തത്തിലുള്ള ഒരു മാല, വലിയൊരു ഉണ്ടമാലയാണെങ്കിലോ അത് വനമാല പോലെ തെച്ചിയും തുളസിയായിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല ദിവസമായി. വൈശാഖ മാസം ആദ്യ ദിവസമാണ്. അപ്പോൾ ചെറിയ ഉണ്ണിയായിട്ടാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ചെറിയ ഉണ്ണിക്കണ്ണനെ, ആ വിരൽ ഉണ്ണുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞ് തൊഴുതിറങ്ങിയാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് പിന്നീട് വരുന്നത് ഇതേപോലെ തന്നെ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെയും കാണാൻ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. മുഖമൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, കളഭം ചാർത്തിയിട്ടുണ്ട്, ഒരു മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ ഒതിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി നേരെ ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും കാണാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ വെളുത്ത പൂവും തെച്ചിയും കൂടിയുള്ള മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ 5-6 താമരപ്പൂവുകൾ മഹാവിഷ്ണുവിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക. അഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നേരെ പരശുരാമനെയും അതേപോലെ ശ്രീരാമചന്ദ്രനെയും ബലരാമനെയൊക്കെ കാണാം. നാളെ ഇപ്പോൾ ബലരാമ ജയന്തിയാണ്, അക്ഷയ തൃതീയയാണ്. അപ്പം അങ്ങനെ നല്ല ദിവസമാണ് നാളെ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ ശ്രീകൃഷ്ണനെയും കാണാം, മുരുകനെയും കാണാം. ശ്രീകൃഷ്ണൻ്റെ അവിടെ തുളസിപ്പൂമാല ചാർത്തിയിട്ടുണ്ട്. മുരുകന് ഭസ്മാഭിഷേകമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ഒരു തരിമ്പ് പോലും മാലയില്ല,
കുങ്കുമപ്പൂവും ഇല്ല കേട്ടോ, കുങ്കുമവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കവിടെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അതേപോലെ തന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത ഭാഗത്തേക്ക് എത്തി കഴിഞ്ഞാൽ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വടക്കേ ഭാഗത്തെ കൂടെ വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയെ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. ചുവന്ന പട്ടൊക്കെ കൊടുത്ത് നല്ല രസമായിട്ട് നല്ല എന്താ പറയുക അണിഞ്ഞൊരുങ്ങിയിട്ടാണ്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്ത് കളഭം കൊണ്ടായിട്ടില്ല, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ നേരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. പിന്നീട് അങ്ങനെ വന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെയും വന്ന് തൊഴാം. വീണ്ടും ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. മഞ്ഞ കളറ് ഉടുപ്പിച്ചിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പാലക്കാമാല, 2-3 മാലകൾ സ്വർണത്തിൻ്റെ, കിരീടം ഒക്കെ വെച്ചിട്ടുണ്ട്. ഗോപീതിലകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ചെന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ അന്നലക്ഷ്മി ഹാളും കഴിഞ്ഞ് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭം ഇല്ല, ഇപ്പോൾ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് നിന്ന് തൊഴാം. അത് കഴിഞ്ഞ് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.